പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കാവതിയുടെ ലോട്ടറി ഈ കഥ കേൾക്കൂ. ഏയ് ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഒരു ടിക്കറ്റ് എടുക്കുമോ? ഒന്നാം സമ്മാനം 10 പവൻ്റെ സ്വർണമാല, രണ്ടാം സമ്മാനം 5 പവൻ, അങ്ങനെ അനവധി സമ്മാനങ്ങൾ. കാവതിക്കാക്ക നാട്ടിലെ മനുഷ്യർ ചെയ്യുന്നത് കണ്ട് മാതൃകയായി സ്വന്തമായി ഒരു ലോട്ടറി തുടങ്ങിയതാണ്. അപ്പൂപ്പന്മാരെ, അമ്മൂമ്മമാരെ, കൊച്ചേട്ടന്മാരെ, ചേച്ചിമാരെ, ലോട്ടറി ഒന്നങ്ങെടുത്തു നോക്കൂ. ഒന്നാം സമ്മാനം 10 പവൻ, രണ്ടാം സമ്മാനം 5 പവൻ. കാവതി കാട്ടുവഴികളിലും കവലകളിലും കാട്ടിലും മേട്ടിലും പറന്നു നടന്ന് ടിക്കറ്റുകൾ വിറ്റു. പെട്ടെന്ന് പണക്കാരനാവാൻ ആഗ്രഹമുള്ളവരോട് സമ്മാനം പറഞ്ഞ് മോഹിപ്പിക്കും. പണത്തിനോട് ആർത്തിയില്ലാത്ത മനസ്സലിവുള്ളവരോട് പറയും, എൻ്റെ മോളുടെ കല്യാണത്തിന് ഒന്നും കരുതി വച്ചിട്ടില്ല, ഈ ലോട്ടറി നടത്തി കിട്ടുന്ന പണം കൊണ്ട് വേണം പൊന്നും പണ്ടവും അണിയിച്ച് അവളെ പറഞ്ഞുവിടാൻ. മനസ്സലിവ് തോന്നുന്ന ചിലർ ടിക്കറ്റ് എടുക്കും. അങ്ങനെ വലിയ തോതിൽ കാവതിയുടെ ലോട്ടറി വിൽപ്പന നടന്നു. നറുക്കെടുപ്പ് ദിവസം അടുത്തു. നാളെയാണ് എന്ന് പറഞ്ഞ് കുറച്ച് ടിക്കറ്റുകൾ കൂടി അവൾ വിറ്റു. നറുക്കെടുപ്പ് ദിവസമായി. പക്ഷികളുടെ പ്രധാനമന്ത്രി ശ്വേതൻ അരയന്നമാണ് ടിക്കറ്റ് നറുക്കെടുക്കുന്നത്. ആദ്യം ചെറിയ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പാണ് നടന്നത്. സോപ്പ്, ചീപ്പ്, കണ്ണാടി പോലെയുള്ള സമ്മാനങ്ങൾ കാട്ടിലുള്ള പക്ഷികൾക്ക് ലഭിച്ചു. പിന്നെ 500ഉം 1000ഉം പോലുള്ള സമ്മാനങ്ങൾ. ഏറ്റവും ഒടുവിലാണ് രണ്ടാം സമ്മാനവും ഒന്നാം സമ്മാനവും നറുക്കെടുക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് രണ്ടാം സമ്മാനം പ്രഖ്യാപിച്ചത്. ഒന്നാം സമ്മാനത്തിൻ്റെ നമ്പർ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നറുക്കെടുപ്പ് കാണാനും സമ്മാനം അറിയാനും ആകാംക്ഷയോടെ ടിക്കറ്റ് എടുത്തതും എടുക്കാത്തതുമായ ആയിരക്കണക്കിന് പക്ഷികൾ അവിടെ എത്തിയിരുന്നു. ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവർക്ക് ലഭിച്ചെങ്കിലും വലിയ സമ്മാനം കിട്ടിയ ടിക്കറ്റ് ആരുടേതെന്ന് ആർക്കും അറിയില്ല. ആകെ കലപില ലഹളയായി. പ്രധാനമന്ത്രി വനപക്ഷി സേന തലവനെ വിളിച്ചു വരുത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യം മനസ്സിലായി. നറുക്കെടുപ്പിന് മുഴുവൻ ടിക്കറ്റുകളുടെയും നമ്പർ ഇട്ടിട്ടില്ല. കാവതിയുടെയും കൂട്ടുകാരുടെയും പേരിലുള്ള ടിക്കറ്റുകളാണ് കൂടുതലും ഇട്ടിരിക്കുന്നത്. ഇത് ചതിയാണ്. വലിയ വഞ്ചന നടത്തിയ കാവതിയെ ശിക്ഷിക്കണം. പക്ഷിക്കൂട്ടം അലറി. കാവതിയും കൂട്ടുകാരും തടവിലായി. ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പണം മുഴുവനും പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷേമനിധിയായി മുതൽക്കൂട്ടും എന്ന് തീരുമാനിച്ചു. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മകളുടെ കല്യാണം നടത്താനുള്ള തുക പ്രത്യേക അനുമതിയോടെ കാവതിക്ക് നൽകും. വിശ്വാസവഞ്ചന ചെയ്ത കാവതിക്ക് ആജീവനാന്ത ജയിൽവാസവും ലഭിച്ചു.